ഫസ്റ്റ് ആയിട്ട് നമ്മുടെ അയൽവക്കത്തും അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ അനിയന്മാര് അനിയത്തികള് നമ്മുടെ കുടുംബങ്ങളില് ഒക്കെ ഓരോ രീതിയിൽ ഇപ്പൊ ക്യാമ്പിലും അല്ലെങ്കിൽ ഇപ്പം എന്തൊരു മേഖല ആണെങ്കിലും സ്പോർട്സ് മ്യൂസിക് അവന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ചുള്ള ഓരോ രീതിയിലും ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ഒരുപാട് എക്സ്ട്രാ പ്രാക്ടീസിങ്ങിന് പോകുന്നുണ്ട്. അതുപോലെ ഒരു സംഭവമാണ് ഇത്. ആ കാര്യം ഞാൻ ആദ്യം എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ളതാണ് ഇതുപോലുള്ള കുട്ടികൾ. അപ്പൊ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മനു എന്ന് പറഞ്ഞുള്ള സാറ്, ഞാൻ ജസ്റ്റ് ആ ന്യൂസ് ഒന്ന് കാണിക്കാം. അതിനു മുമ്പായിട്ട് ഇതുപോലെ ഈ 6 പെൺകുട്ടികളടക്കം തെങ്കാശിയിൽ കൊണ്ടുപോയിട്ട്, അതും ടീനേജ് ആയിട്ടുള്ള പെൺകുട്ടികളാണ്, കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾ കൊണ്ടുപോയിട്ട് ഈ തെങ്കാശിയിലൊക്കെ കൊണ്ടുപോയിട്ട് പരിപാടി അങ്ങനെയൊക്കെ ഒപ്പിച്ച് എന്താ പറയാ ഈ ഫോണില് അമ്മാതിരി ചിത്രങ്ങളൊക്കെ പകർത്തി പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സാറിന്റെ കയ്യിൽ ഇപ്പം ഇതുപോലെ തന്നെ ഇപ്പം പരാതി കൊടുക്കാനായിട്ട് മുമ്പോട്ട് വന്ന കുട്ടികൾ തയ്യാറായി. അതല്ലെങ്കിൽ ഒരു കുട്ടി പരാതി കൊടുത്തുമ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ അതിന് തയ്യാറായിട്ട് മുമ്പോട്ട് വന്ന്, ഇനി ഇതിനൊന്നും മനസ്സില്ലാത്ത കുട്ടികളുടെ ഇതുപോലുള്ള സാറുമാരുടെ കയ്യിൽ ഉണ്ടാവില്ലേ. അതായത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോ മൈൻഡ്, അവരുടെ ഇഷ്ടങ്ങൾ, ടേസ്റ്റ്, ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ച് അതിനനുസരിച്ച് കളിക്കണം സാറുമാരായിരിക്കൂല ഇതുപോലുള്ള ആളെ. ഇപ്പൊ ഈ കാര്യങ്ങളിൽ കുറച്ചും കൂടി ഒരു ശ്രദ്ധ സൊസൈറ്റിക്ക് വേണം. കാരണം ഇതിപ്പം ഈ മുമ്പേ കാരാട്ട മാസ്റ്റർ മലപ്പുറം കോഴിക്കോടാന്ന് തോന്നുന്നുണ്ട്, എടവണ്ണപ്പാറ ആ ഭാഗം. അപ്പം ഇതിനടുത്തൊരു കുട്ടി പുഴയിലും മരിച്ചു കിടന്ന സംഭവമൊക്കെ എല്ലാവരും അറിഞ്ഞതാ. പിന്നീട് ഒരിക്കലും ആ ഒരു സംഭവത്തിനെ കുറിച്ച് ഒരു ന്യൂസ് ഒന്നും ആരും കേട്ടിട്ടില്ല. അത് ഇതുപോലെ ഒരു പ്രാക്ടീസിങ്ങും ആയിരുന്നു. ഏതായാലും മനുസാറിന്റെ കുറച്ച് കുലിസിതങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. കേരളം ഞെട്ടുന്ന ഒരു വലിയ വാർത്ത പുറത്തേക്ക് വിടുകയാണ്. തിരുവനന്തപുരം KCAയിലെ ക്രിക്കറ്റ് പരിശീലകൻ നടത്തിയ ഞെട്ടിപ്പിക്കുന്ന ക്രൂരതയാണ് പുറം ലോകത്തെ അറിയിക്കുന്നത്. പരിശീലനത്തിന് എത്തിയ നിരവധി പെൺകുട്ടികളെ പരിശീലകൻ പീഡിപ്പിച്ചുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ മറവിൽ പെൺകുട്ടികളെ തെങ്കാശിയിലെത്തിച്ച് പീഡിപ്പിച്ചുവെന്നും പോലീസിന്റെ കണ്ടെത്തൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ നഗ്ന ഫോട്ടോ ഫോണിൽ ചിത്രീകരിച്ചെന്നും പരാതി. കൊച്ചു മനുവിനെതിരെ 6 പെൺകുട്ടികളാണ് പരാതി നൽകിയിരിക്കുന്നത്. പോക്സോ കേസിൽ മനു റിമാൻഡിലാണ്. കൂടുതൽ പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പുതിയ വിവരങ്ങൾ, പീഡനത്തിന്റെ ആ ഞെട്ടിപ്പിക്കുന്ന വിശദാംശങ്ങൾ, ഈ മനുവിന്റെ ചരിത്രമടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞങ്ങളുടെ കഥകളാണ്. ഞാൻ പറഞ്ഞില്ല, 6 കുട്ടികളെ ഇതിനിപ്പോ ഒരു കുട്ടിയെ പരാതി കൊടുത്തിട്ടില്ല. അതിന്റെ പിന്നാലായിട്ട് ബാക്കി കുട്ടികൾ വന്ന് കണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നല്ലാതെ ഇതിന് മുമ്പേയും സാറ് ഇതേപോലുള്ള കേസ് തന്നെ പെട്ടതാണ്. അപ്പം ഞാൻ അതാണ് പറഞ്ഞത്, ഇതിലൊന്നും പെടാതെ മനസ്സുകൊണ്ട് സാറിനെതിരെ അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കാൻ തയ്യാറാവാത്ത, മനസ്സ് വരാത്ത കുട്ടികളും ഇതുപോലുള്ള സാറുമാരുടെ ഒരു രീതിയിൽ ആ ഒരു വലയത്തിൽ പെട്ടിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ എല്ലാരും കുറ്റം പറയുന്നതല്ല. ഇതുപോലെ ഇപ്പൊ എന്താ പറയാ, ഇപ്പം ഞാനിപ്പോ എല്ലാരും കുറ്റം പറഞ്ഞു ഞാൻ ഭയങ്കര ഗാന്ധിജിയോ അതല്ലെങ്കിൽ പറയുന്ന പോലെ യേശു ക്രിസ്തു മുഹമ്മദ് നബി ഒന്നും ആവില്ല. ഞാനും ഒരു മനുഷ്യനാണ്. അതിലുള്ള ഞാൻ ആരെങ്കിലൊക്കെ കുറ്റം പറഞ്ഞിട്ട് അങ്ങനെ ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇതിപ്പോ ഈ കുട്ടികൾ ഇതേപോലുള്ള കുട്ടികൾ കേസ് കൊടുക്കാനും സാറിനെതിരെ, അതായത് ആ കുട്ടികളുടെ ഇഷ്ടങ്ങൾക്കും ആ രീതികൾക്കൊക്കെ ഒത്തുപോരുന്ന ആ ഒരു രീതിയിലായിരിക്കില്ല. കാരണം ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് ഈ കുടുങ്ങിയിട്ടും രണ്ടാമതും അതേ കാര്യങ്ങളിലൊക്കെ തന്നെ ഇറങ്ങി കളിക്കണം എന്നുണ്ടെങ്കിൽ സാറിന്റെ ലെവൽ ഏതായിരിക്കും? അതല്ലെങ്കിൽ സാറിന്റെ ഇഷ്ടങ്ങൾ, സാറിന്റെ ചോയ്സ് എങ്ങനായിരിക്കും ഇതുപോലുള്ള സാറുമാർ? അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു മെന്റാലിറ്റി, അവരുടെ മൈൻഡ് സെറ്റ് അതനുസരിച്ച് കളിച്ചാൽ മതിയല്ലോ, വേറെ പ്രശ്നമൊന്നും വരുന്നില്ല ഇവിടെ. തിരുവനന്തപുരത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടി, അവിടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം നിരവധി പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെയാണ് അവിടെ പരിശീലനം തരുന്നത്. ആ പരിശീലകൻ നൽകുന്ന കോച്ചിനെതിരെയാണ് പീഡന പരാതി ഉയർന്നത്. ആദ്യം ഒരു പരാതിയാണ് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അയാളെ റിമാൻഡ് ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെ പരാതി പ്രളയം എന്ന് തന്നെ പറയാം. ഇപ്പോൾ 6 പരാതികളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ 6 പരാതിയിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ആ പെൺകുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണമാണ് ഇതുവരെ കന്റോൺമെന്റ് പോലീസ് നടത്തിയത്. പിങ്ക് ടൂർണമെന്റ്, KCA സംഘടിപ്പിച്ച പിങ്ക് ടൂർണമെന്റിന്റെ ഉണ്ടായ ഒരു പരാതി, ആ പരാതിയിൽ ഒരു പെൺകുട്ടി നൽകിയ പരാതി, ആ പരാതിയിലാണ് ഈ മനുവിനെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം 6ഓളം പരാതികൾ, ഈ സംഭവം അറിഞ്ഞ്, വാർത്ത അറിഞ്ഞ് പല പെൺകുട്ടികളും രക്ഷിതാക്കളോട് ഞങ്ങൾക്കും ഇതേ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാണ് ഓരോ പെൺകുട്ടികളും രംഗത്ത് വന്നത്. പ്രജീഷ, ഇതൊരു വിചിത്രമായ കേസാണ്. കാരണം ഈ കോച്ച് മനുവിനെതിരെ 1.5 വർഷം മുമ്പ് ഒരു പെൺകുട്ടി പരാതി നൽകിയിരുന്നു. ആ KCAയുടെ കീഴിൽ പരിശീലനത്തിന് വന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി അതായത് ഞാൻ പറഞ്ഞ വിചിത്രം, മൂപ്പര് പറഞ്ഞ കറക്റ്റ് ആണ്. കാരണം വളരെ വിചിത്രമാണ്.
ഇപ്പം ഈ ആൾക്കൂട്ടക്കൊലക്കെതിരെ പുതിയ നിയമം വന്നിട്ടുണ്ട്. അതിന്റെ ഒരാഴ്ച തികയുന്നതിന് മുമ്പായിട്ട് 2-3 ആൾക്കൂട്ട കൊലകൾ ഇന്ത്യയിൽ കഴിഞ്ഞു പോയി. ഇനിയിപ്പോ പോസ്കോ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മൈൻഡിൽ വരുന്നത് ഇങ്ങനെയുള്ള കേസിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറലോകം കാണാൻ പറ്റില്ല എന്നാണ് എല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. അതൊക്കെ 1-2 ദിവസം കഴിഞ്ഞാൽ നൈസായിട്ട് ഇറങ്ങി സുഖമായിട്ട് അടുത്ത പരിപാടി നോക്കാം. അതേപോലുള്ള സാധനങ്ങൾ വീണ്ടും ചെയ്തു കൂട്ടാം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ കടുപ്പമായിട്ടുള്ള നിയമങ്ങൾ എന്താ പറയാ പുറമെ കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഉള്ളിൽ അത്ര കടുപ്പൊന്നും എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക് ഇല്ല. അവർക്ക് കുറെ പരിഗണനകൾ ഉണ്ട് എന്നുള്ളതാണ്. ക്കെതിരെ ഇങ്ങനെ തന്നെ ഉപദ്രവിച്ചു എന്നുള്ള ഒരു പരാതി നൽകി. ആ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തി, ചാർജ് ഷീറ്റും നൽകി. പക്ഷേ ആ കേസിൽ ഇയാൾ കുറ്റമുക്തനാവുകയാണ് ചെയ്തത്. അതായത് ആ പെൺകുട്ടി വരെ മൊഴി മാറ്റുന്ന വരെ സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന്, ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അന്ന് ഈ അതിജീവിതയെ വരെ സ്വാധീനിച്ചുകൊണ്ട് അയാൾ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. എന്നിട്ടും അത്തരം ഒരു ആരോപണം ഉയർന്നിട്ടും ഇയാൾക്ക് KCA ഭാഗമായുള്ള ഈ പരിശീലന പരിപാടിയിൽ കോച്ചായി തുടരാൻ അത് അങ്ങനത്തെ കഴിവുകളൊക്കെ ഉള്ള ആളാണ് സാറ്. അപ്പം ഇപ്പൊ ഈ സാറ് മാത്രം കുറ്റം പറയല്ല കേട്ടോ. ഇതുപോലെയുള്ള കുറെ സാറന്മാരുണ്ടാവണം. അത് പല മേഖലയിലായിട്ടുണ്ടാവണം. അതായത് കുട്ടികളുടെ മൈൻഡിലേക്ക് അവരുടെ ആ ഇഷ്ടങ്ങൾക്കനുസരിച്ചൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ വേറെ പ്രശ്നം വരുന്നില്ല. പിന്നെ പോസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു കാര്യം ഉണ്ടാവില്ല അതിൽ. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു കുട്ടി പരാതി കൊടുക്കുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ ഇതിനെതിരെ തയ്യാറാവാനുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കൂല. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതുപോലൊരു കുട്ടി കേസിന് ഏതെങ്കിലും രീതിയിൽ അഗൈൻസ്റ്റ് ആയിട്ട് പ്രതിരോധത്തിന് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അതിന് സപ്പോർട്ടായിട്ട് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുള്ള കുട്ടികൾ മുമ്പോട്ടും വരികയാണ്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ ഇതുപോലുള്ള സാറന്മാരുടെ കയ്യിലിരുന്ന് സമൂഹം മനസ്സിലാക്കണം. അതല്ലെങ്കിൽ ഇങ്ങനെ എന്തും ചെയ്യാം, എന്ത് ചെയ്താലും ഒരു പ്രശ്നം ഇല്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ പിന്നെ ഇവിടെ സുഖമായിട്ട് ജീവിച്ചൂടെ. അതായത് പഴയ കാലങ്ങളിലേക്കൊക്കെ മനുഷ്യൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ പോകേണ്ടി വരും. കാരണം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ കൊന്നു തിന്ന് ഭക്ഷണമാക്കണ ഒരു സംഭവം ഉണ്ടല്ലോ, ആ രീതിയിലേക്ക് വരെ വേണമെങ്കിൽ എത്തിപ്പെടും. ഈ കഴിഞ്ഞ 1.5 വർഷവും കഴിഞ്ഞു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ ആ കേസ് കഴിഞ്ഞു, അതിനുശേഷം ഏറ്റവും ഒരു 3 ആഴ്ച മുമ്പാണ് പുതിയ പരാതി. അങ്ങനെ നോക്കുമ്പം അതായത് ഇങ്ങനെ ഒരു കേസ് മുമ്പുണ്ടായിട്ട് സുഖമായിട്ട് അതിനൊക്കെ ഇറങ്ങി പോരുമ്പം ഈ സാറ് മാത്രമായിരിക്കും ഉണ്ടാവുക. വലിയ ഹെവി ആയിട്ടുള്ള സാറന്മാരെ മുകളിലോട്ട് ഉണ്ടാവും. ഊപ്പറൊക്കെ വലിയ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കും ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒരു നമ്മൾ നോക്കുമ്പോൾ എല്ലാ രീതിയിലും നോക്കണോ. അതല്ലെങ്കിൽ ഇയാളിപ്പോ ഇങ്ങനെ ഒരു ഇതിൽ പെട്ട് അത് അയാൾ മാത്രമാണ് എന്നുള്ള രീതിയിൽ നോക്കരുത്. ഇങ്ങനെയുള്ള ഇപ്പം എന്താ പറയാ, ഇപ്പം ഒരു പ്രാവശ്യം ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ട് അതിന് കൂളായിട്ട് ഇറങ്ങി വരണം എന്നുണ്ടെങ്കിൽ അതിന് ഇയാൾക്ക് സപ്പോർട്ടിങ് ഉണ്ടാവില്ലേ. അപ്പം അത് ഇതേപോലുള്ള താല്പര്യക്കാരാവില്ല എന്നുള്ളത് എന്തെങ്കിലും ഇതുണ്ടാവും. ആരുടെ അടുത്ത് പറയാനാണ് ഇവിടൊക്കെ എന്തല്ലോ ഇത്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തൊക്കെ ജനിച്ചാൽ ഞാനൊരു ഇന്ത്യക്കാരനാണ്. എനിക്ക് അതിൽ അഭിമാനം, സന്തോഷം, അതല്ലെങ്കിൽ എന്താ പറയുക ആത്മാർത്ഥമായ ഇഷ്ടവും സ്നേഹമൊക്കെ എൻ്റെ രാജ്യത്തിൻ്റെ ഉണ്ട്. പക്ഷെ കുറെ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ സത്യമായിട്ട് ഇവിടെ ജനിക്കേണ്ടില്ലെന്ന് തോന്നിപ്പോ. ആ രീതിയിലാണ് ഇവിടുത്തെ പോക്ക് വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അയാൾ അറസ്റ്റിലായിരിക്കുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ തുടരെ കുട്ടികളുടെ പരാതികൾ വന്നുകൊണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിനൊന്നും ആരും പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഇതിനൊക്കെ നമ്മുടെ മുകളിലുള്ള കുറച്ച് ടീംസ് ഉണ്ട്. ഭരണകർത്താക്കൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നക്കാനും പഠിക്കാനും ഊമ്പാനും കവിട്ടാനൊക്കെ നിൽക്കുന്ന കുറച്ച് ടീംസ്. അവരെ ആ ഭാഗത്ത് നിന്ന് ക്ലിയർ ചെയ്ത് അതൊക്കെ വെളുപ്പിച്ച് പക്കായിട്ട് വന്നാലേ ഉള്ളൂ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റായിട്ട് അതൊക്കെ ഒന്ന് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് അതല്ലെങ്കിൽ കുറച്ച് തെളിഞ്ഞ വെള്ളമായിട്ട് വരുള്ളൂ. അതല്ലാത്ത പക്ഷം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും.